ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇഫ്രൂൻ്റെ ചെറിയൊരു ബർത്ത്ഡേ പാർട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരുപാട് ആൾക്കാരൊന്നുമില്ല, നമ്മുടെ ഫാമിലി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെ കസിൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരായിട്ട് നമ്മൾ ചെറിയൊരു സ്ഥലത്ത് പോയിട്ടൊന്ന് ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു. അത്ര തന്നെ ഉള്ളൂ ബർത്ത്ഡേ പാർട്ടി. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇന്നിപ്പോൾ ഫ്രൈഡേയും കൂടിയാണ്, അപ്പോൾ എല്ലാവരും ഫ്രീ ആണ്. നമ്മൾ രാത്രി അങ്ങനെ പോവാണ്. ഇഫ്രൂന് ഇപ്പോൾ ഒരു 2 വയസ്സാണ്. 2 വയസ്സിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ ഇവിടെ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു, ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേ നമ്മൾ അങ്ങനെ ആരെയും വിളിക്കുന്നൊന്നുമില്ല. ഞങ്ങൾ മാത്രമുള്ളൊരു ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അപ്പോൾ ചെറിയൊരു സിമ്പിൾ പാർട്ടിയാണ് ഇപ്പോൾ ഇന്ന്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് എൻ്റെ ബ്രദറിൻ്റെ ഫ്ലാറ്റിലേക്കാണ്. അപ്പോൾ അവരെ വിളിക്കണം. അങ്ങനെ ഞങ്ങളിതേ അവിടെ എത്തി. അപ്പോൾ ഈ പുറത്ത് ഡോർ ലോക്ക് ചെയ്തേക്കാണ് ഈ ഗേറ്റ്. അപ്പോൾ അത് തുറക്കണമെങ്കിൽ അകത്ത് തുറന്നാലേ ഇവിടെ ഓപ്പൺ ആവത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ എൻ്റെ ചെറിയൊരു പ്രഹസനങ്ങൾ അടുത്ത് ചുമ്മാ ഒരു വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞു. പിന്നെ അപ്പം നല്ല ചൂടുണ്ട് പുറത്തൊക്കെ, എന്നാലും കുറച്ച് ഹ്യൂമിഡിറ്റിയൊക്കെ കുറവുണ്ട്, പക്ഷെ ചൂടുണ്ട്. അപ്പം ഞങ്ങൾ ചൂടായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഗേറ്റ് ഓപ്പൺ ആക്കാത്തേന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ഓപ്പൺ ആക്കി. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് വന്നു. അപ്പോൾ വാപ്പച്ചി അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇഫ്രു ആണെങ്കിൽ പിന്നെ ഇനി വാപ്പച്ചിയായിട്ടുള്ള ഇതായിരിക്കും. ഇഫ്രു എന്ത് ചെയ്താലും വാപ്പച്ചി ഇങ്ങനെ അത് ചെയ്യില്ല ഇത് ചെയ്യില്ലെന്ന് പറയും പേടിച്ചിട്ട്. അപ്പോൾ ഇഫ്രു അവിടെ ഫുൾ അലമ്പെടുത്തുകൊണ്ട് നടക്കുകയാണ്. ഇഫ്രുവിൻ്റെ എന്തോ സാധനങ്ങളൊക്കെ സോഫേൻ്റെ അടിയിലേക്ക് പോയി. അപ്പോൾ അത് നോക്കാനും എടുക്കാനൊക്കെയാണ്. പിന്നെ ഇഫ്രുവിന് ചക്ക വറുത്തത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ചക്ക വറുത്തത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് ആൾ നടക്കുകയാണ്. പിന്നെ ഇഫ്രുവിന് മാമാമാർ വന്നപ്പോഴത്തേക്കും ചോക്ലേറ്റ്സും ഡ്രസ്സും ടോയ്സും എല്ലാം കിട്ടിയിട്ടുണ്ട് ഗിഫ്റ്റായിട്ട്. അപ്പോൾ മിഠായി കിട്ടിയപ്പോഴത്തേക്കും ഒരാൾ ഭയങ്കരമായിട്ട് ഹാപ്പി. പിന്നെ ഈ പാവേനെ കണ്ടപ്പോഴും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പാവേനെ ഭയങ്കര ഇഷ്ടമാണ് ഇഫ്രു. ഞാൻ അപ്പോൾ പറഞ്ഞാൽ അവിടെ വെച്ചിട്ട് നമുക്ക് പോയിട്ട് വന്നിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ വെക്കുന്നില്ല, ചോക്ലേറ്റ് എല്ലാം കൂടി എടുത്തുകൊണ്ട് വരുമായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ മൂത്താപ്പയുടെ 2 മക്കൾ. അപ്പോൾ ഇഫ്രുവിൻ്റെ 2 മാമാമാർ. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇഫ്രു അവരെ കണ്ടാൽ പിന്നെ അവരുടെ ഇരുന്നോളും. ചപ്പാനി ചാക്കാടയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ ഇരുന്നോളും. പിന്നെ അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറിയപ്പം എനിക്ക് മിഠായിയൊക്കെ തരുമായിരുന്നു. ഞങ്ങൾ കുറച്ച് മിഠായിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് പോകുന്ന വഴിക്ക് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇഫ്രുവിനെ കാണിച്ചാൽ പിന്നെ അത് എല്ലാം ഇപ്പോൾ തീരും. അങ്ങനെ ഞങ്ങൾ ചില്ല് ചെയ്ത് പാട്ടൊക്കെ ഇട്ട് ഇഫ്രുവിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് ഇഫ്രുവിന് ചെറിയൊരു ദേഷ്യവും പ്രശ്നമൊക്കെ വന്നു. ഇഫ്രുവിന് ഒരു മിഠായി കൊടുത്തിട്ട് അത് ഒന്ന് ജസ്റ്റ് പൊട്ടിപ്പോയതേ ഉള്ളൂ. അതിനാണ് ഇഫ്രു ആ ഒരു മുഖം വെച്ച് വലിയ ഗൗരവത്തിൽ നിൽക്കുന്നത്. അതെല്ലാം അതേപോലെ കൊടുക്കണം. അതിൽ നിന്ന് ഇത്തിരി എങ്ങാനും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കില്ല, ഭയങ്കര കരച്ചിലായിരിക്കും. അങ്ങനെ ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് എൻ്റെ കൊച്ചാടെ മോനെ വിളിക്കാനായിട്ടാണ്. അപ്പോൾ അവൻ കോബാറിലാണുള്ളത്. അപ്പോൾ ഞങ്ങൾ നേരെ കോബാറിലേക്ക് വന്ന് ദമാമിന്ന്. അപ്പോൾ അവനെ വിളിക്കണം, എന്നിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാൻ. ഞങ്ങൾ കൂടുതലും കോബാറിലേക്കായിരിക്കും വരിക. വീക്കെൻഡ്സിലാണേലും ഒക്കെ നമ്മൾ കോബാറിലേക്ക് മിക്കപ്പോഴും വരാറുണ്ട്. അപ്പോൾ ഇക്ക ആദ്യം കോബാറിലായിരുന്നു, ഇപ്പോൾ ഇക്ക ദമാമിലാണ് വർക്ക് ചെയ്യുന്നത്. കാക്ക അവിടേക്ക് മാറിയിട്ടുണ്ട് ഓഫീസ്. അങ്ങനെ അവൻ വന്നു. അപ്പോൾ അവൻ്റെ പേര് നിച്ചു എന്നാണ്. അങ്ങനെ അവനെ വിളിച്ച് ഞങ്ങൾ അപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എവിടെ പോയി കഴിക്കും. നമ്മളെല്ലാം പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാൻ ചെയ്തുള്ളൂ എവിടെ പോയി ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു. ബിലാദ് അൽ ഷാംസ് എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻ്റ് ഉണ്ട്, അറബിക് റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഇവിടേക്ക് വരാം കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇവരെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുക. ഇവരെല്ലാവരും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊക്കെ നിൽക്കുക. വേഗം വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ ഇതിൻ്റെ 2-3 ബ്രാഞ്ചസ് ഉണ്ട് ഈ കോബാറിൽ തന്നെ. അപ്പോൾ ഇവിടെ ഞാൻ വരുന്ന ആദ്യമായിട്ടാണ്. അപ്പം ഞങ്ങൾ ഇതിനു മുന്നേ 2 സ്ഥലത്ത് പോയിട്ടുണ്ട്. അപ്പം നല്ലൊരു അറബിക് ഫുഡ് ആക്കാമെന്ന് വിചാരിച്ചിരുന്നു. അറബിക് ഫുഡ് എനിക്ക് കൂടുതലും ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ നോർമൽ ഇന്ത്യൻ ഫുഡും ഇഷ്ടമാണ്, അറബിക്കും ഇഷ്ടമാണ്. എനിക്കങ്ങനെ ഫുഡിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ എല്ലാ ഫുഡും കഴിക്കാറുണ്ട്. അപ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങനെ അകത്തേക്ക് കയറി. അപ്പോൾ നമ്മൾ വിചാരിച്ച് പുറത്തിരിക്കാമെന്ന്. പുറത്ത് പക്ഷേ ഈ ചൂടത്തിരിക്കാൻ കുറച്ച് ടാസ്ക്കാണ്. ഇപ്പോൾ ചൂടായതുകൊണ്ട് പുറത്തിരിക്കൽ നടക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അകത്തേക്ക് കയറി. അങ്ങനെ ഞങ്ങൾ മുകളിൽ പോയിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ താഴെയും അത്യാവശ്യം വലിയൊരു റെസ്റ്റോറൻ്റാണ്. താഴെയും കുറേ സ്പേസ് ഉണ്ട്, പുറത്ത് ഔട്ട് സൈഡ് ഉണ്ട്, മുകളിലും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. മുകളിൽ വലിയ തിരക്കില്ല എന്നൊക്കെയാണ് വിചാരിച്ചത്, പക്ഷെ അല്ല, ഫ്രൈഡേയും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ സീറ്റൊക്കെ ആക്കിയിരുന്നു. അപ്പോൾ ഇഫ്രു ഇപ്പോഴും വലുതായിട്ട് ആളും ഒരു മൂടങ്ങോട്ട് മാറിയിട്ടില്ല. ചെറിയൊരു കാര്യം മതി ഇഫ്രൂനും ബഹളം വെക്കാനും വാശി പിടിക്കാനും കരച്ചിലും അങ്ങനെ കുറേ പ്രശ്നങ്ങളാവും ഇഫ്രൂന്. അപ്പം ഇതാണൊരു ഇൻറ്റീരിയറൊക്കെ എൻ്റെ അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ ചെന്നിരുന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ അവർ നമുക്ക് കുറച്ച് സാലഡ്സ് ഒക്കെ കൊണ്ടുതരും.
അപ്പോൾ ഞാൻ വിചാരിച്ച് സാലഡ് കഴിച്ച് വേറെ നിറയ്ക്കേണ്ട, നമുക്ക് ഫുഡ് കഴിക്കണമല്ലോ എന്ന് വെച്ചിരുന്നതാണ്. അങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇക്ക അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് പോയേക്കാണ്. ഞാൻ ഇരിക്കുകയാണ്. ഇഫ്രൂന് പുതിയ വാച്ചൊക്കെ കിട്ടി. അതൊക്കെ നോക്കിയിട്ട് ആളവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, എന്ത് പെട്ടെന്നാണ് ഈ 2 വയസ്സൊക്കെ ആയത്. 1 വയസ്സൊക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. പെട്ടെന്ന് ഇങ്ങനെ വർഷങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്കും വയസ്സ് കൂടും, പിള്ളേർക്കും വയസ്സ് കൂടും, അങ്ങനെ പക്ഷെ പെട്ടെന്ന് ഓരോ വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഇഫ്രൂന് ഇപ്പോൾ ചെറുതായിരുന്നു, 1 വയസ്സ് ഇന്നലെ കഴിഞ്ഞതുപോലെ ശരിക്കും എനിക്ക് തോന്നുക. അങ്ങനെ ഞങ്ങളിത് എവിടെ ഫുഡൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓർഡർ ചെയ്തിട്ടൊക്കെ കഴിക്കാൻ വന്നു. അപ്പം ഞാൻ സാലഡ്സ് കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചാണ്. പിന്നെ ഒരെണ്ണമൊക്കെ എടുത്ത് കഴിച്ചു. ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നു 11:30 ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. ഈ ഒരു റെസ്റ്റോറൻറ്റ് അത് 3 മണി വരെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ചെറിയൊരു കേക്ക് മേടിച്ചു, റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് മേടിച്ചു. അതൊന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വലിയ കേക്കൊക്കെ മേടിച്ചാൽ വെറുതെ എന്താ പറയുക, ആരും അങ്ങനെ കഴിക്കില്ല. എനിക്കും ഇപ്പോൾ വലിയ കേക്കിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ചെറിയ കേക്കിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇഫ്രൂന് അത് മതി, ഇഫ്രൂന് ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ചെറിയ കേക്കൊന്ന് അവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് അങ്ങനെ കട്ട് ചെയ്തു. ഇഫ്രൂ പക്ഷേ അപ്പമൊന്നും കൊടുത്തപ്പോൾ ഒന്നും കഴിച്ചില്ല. ആൾക്ക് തന്നെ സ്പൂൺ കൊടുത്തിട്ട് അത് തന്നെ എടുത്ത് കഴിക്കണം. അപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ. ഇഷ്ടമാണ്, കേക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇത് കുറച്ച് കഴിച്ച് കഴിയുമ്പോൾ ഇഫ്രൂന് തന്നെ മടുക്കും. അതുകൊണ്ട് പിന്നെ വലിയ കേക്കൊക്കെ കട്ട് ചെയ്താൽ എല്ലാവരും അധികം വലിയ താല്പര്യം കാണിക്കത്തില്ല കേക്ക് കഴിക്കാനായിട്ട്. അതുകൊണ്ട് പിന്നെ ചെറിയ കേക്കാക്കിയത്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ക്യൂട്ട് ചെറിയ കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇഫ്രൂ അവിടെ കേക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറേയൊക്കെ അവിടെ താഴെ കളയിലും ബഹളമായപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ വാരി കൊടുക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് ബഹളമൊക്കെ തുടങ്ങി. ആൾ നേരത്തെ മൂടൊക്കെ മാറി. കേക്കൊക്കെ കണ്ടപ്പോഴത്തേക്കും നേരത്തെ ആ വഴക്കിൻ്റെ ഇതൊക്കെ മാറിയിട്ട് ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കേക്ക് കൊടുക്കുകയാണ്. പിന്നെ അത് മൊത്തം ആ ഡ്രസ്സിലും ഒക്കെ ആക്കും. എടുത്തുനിന്നൊക്കെ എണ്ണീറ്റിട്ട് അവിടെ ബഹളമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ബേബി ചെയറൊക്കെ മേടിച്ച് അവിടെ സെറ്റാക്കി ഇരുത്തിയതാണ് എനിക്ക് സമാധാനത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് പക്ഷേ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് എൻ്റെ മടിയിലോട്ട് തന്നെ വരും. ബേബി ചെയറിലൊന്നും ഇരിക്കൂല. അങ്ങനെ കുറേ നേരം ഫുഡ് ഓർഡർ ചെയ്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വിശപ്പായിട്ടുണ്ട് എല്ലാവർക്കും. പിന്നെ നമുക്കിങ്ങനെ കുറേ അറബിക് ഫുഡിൽ ഇങ്ങനെ കുറേ റൊട്ടീസ് ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെ കൊണ്ടുതരും കുറേ. അങ്ങനെ ഫസ്റ്റ് അത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബർത്ത്ഡേ പാർട്ടിയിൽ അത്യാവശ്യം ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ഇത് കഴിച്ച് തീർത്തായിരുന്നു കേട്ടോ. നമ്മൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഫുഡ് ട്രൈ ചെയ്യാനും പുതിയടുത്ത് പോയി ഫുഡ് കഴിക്കാനും എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവരും ഒരേ മൈൻഡിലുള്ള ആൾക്കാരായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ ഇത്രയും ഫുഡൊക്കെ മേടിച്ചാൽ കുറച്ച് കഴിക്കും, ബാക്കി കുറച്ച് കഴിക്കില്ല, ഫുഡ് വേസ്റ്റ് ആവും, അങ്ങനെയാവും. ഇത് പക്ഷെ നമ്മളെല്ലാവരും തന്നെ കട്ടയ്ക്ക് നിന്ന് ഫുഡ് തീർക്കും മൊത്തം. ബേബി ചെയറിലൊക്കെ സെറ്റാക്കി ഇരുത്തിയ ഒരാൾ കുറച്ച് കഴിഞ്ഞാൽ ഫുഡ് വന്ന സമയത്ത് എൻ്റെ മടിയിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ അവിടെ സെറ്റാക്കി ഇരുത്തി അവിടെ ഇരുന്ന് കഴിക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് സമാധാനത്തിൽ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കറക്റ്റ് സമയമായപ്പോഴത്തേക്ക് എൻ്റെ മടിയിലേക്ക് വന്നു. ഇനി അവിടെ ഇരുന്നുള്ള ബഹളമായിരിക്കും. അപ്പോൾ ഇഫ്രൂന് അത്യാവശ്യം ആ കേക്ക് കഴിച്ചതുകൊണ്ട് ഇഫ്രൂൻ്റെ വയറ് നിറഞ്ഞൊക്കെ ഇരിക്കുകയാണ്. ഇഫ്രൂ അധികം ഒന്നും കഴിക്കുന്നൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ ഇഫ്രൂന് ഈ റെസ്റ്റോറൻറ്റിൽ വരുവാണെങ്കിലൊക്കെ പുറത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇഫ്രൂനെ കൊണ്ട് ഫുഡ് കഴിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. ഒന്നും കഴിക്കില്ല, എന്ത് കൊടുത്താലും ഇഫ്രൂന് കഴിക്കില്ല. ഇഫ്രൂന് തോന്നണം കഴിക്കണമെങ്കിൽ. അങ്ങനെ ഞാൻ പിന്നെ ഒരുപാട് നിർബന്ധിക്കാനും പോവില്ല. ചെറിയൊക്കെ കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ച് കഴിയുമ്പോൾ ഇഫ്രൂൻ്റെ വയറ് ഫുള്ളാവും. കഴിക്കാൻ മടിയായിരിക്കും. പിന്നെ ബഹളം വെച്ച് വെറുതെ എന്തിനാണ് കരയിപ്പിക്കുന്നതെന്ന് വെച്ചിട്ട് പിന്നെ വീട്ടിൽ ചെന്ന് കൊടുക്കാമെന്ന് വിചാരിക്കും. പിന്നെ ഇഫ്രൂൻ്റെ ഇഷ്ടത്തിന് ഇഫ്രൂ കഴിക്കുന്ന സാധനമാണ് ചിക്കൻ കഴിക്കും. പിന്നെ ഫിഷ് കഴിക്കും. അത് രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ കഴിക്കും. അല്ലാണ്ട് റൊട്ടിയോ അല്ലാണ്ട് നമ്മൾ റൈസ് ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ തന്നെ പുറത്താണെങ്കിൽ ഇഫ്രൂന് വലിയ മടിയാണ് കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറബിക് ഫുഡ് അടിപൊളിയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തീർന്നു. ലാസ്റ്റ് എല്ലാവരും കഴിച്ചു. അതൊക്കെ അനങ്ങാൻ പറ്റാണ്ടിരിപ്പുണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട്. അങ്ങനെ എല്ലാം തീർത്ത് ഇഫ്രൂ അപ്പോൾ അവിടെ ബഹളമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇഫ്രൂ കുറച്ചൊക്കെ എന്തൊക്കെയോ കഴിച്ചിട്ട് പിന്നെ വെള്ളമൊക്കെ കുടിച്ച്. അപ്പോൾ അതൊക്കെ ആയിട്ട് ഇഫ്രൂ അങ്ങനെ അവിടെ നിൽപ്പുണ്ട്. സത്യത്തിൽ എല്ലാവർക്കും ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ഓവറായിട്ടുണ്ട്. എല്ലാവർക്കും അനങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ കൈ കഴുകാനായിട്ട് വന്നു. അപ്പം നമുക്ക് ജസ്റ്റ് അവിടുത്തെ ഒരു മിറർ കണ്ടാൽ ചുമ്മാ ഒന്ന് നോക്കണമല്ലോ. കണ്ണാടി കണ്ടാൽ പിന്നെ നമ്മൾ ഒരു മിറർ പ്രഹസനം കാണിച്ചിട്ട് ഇറങ്ങത്തുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അവിടെ എല്ലാം അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇപ്പോൾ എനിക്കൊന്നും ഒരു 12 മണി ആയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ നല്ല ആൾക്കാരൊക്കെ അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു അവിടെ. പിന്നെ ഇഫ്രൂന് വരണ്ടായിരുന്നു. ഇഫ്രൂന് അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു. അങ്ങനെ ഇഫ്രൂനെയൊക്കെ എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി.
അപ്പോൾ പിന്നെന്താ, പിന്നെ ഞാൻ അടുത്ത് പറഞ്ഞു ചുമ്മാ ഒരു വീഡിയോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എല്ലാവരെയും വിളിക്കുകയാണ് ക്യാമറയിൽ, ബാബാ എല്ലാവരും എൻ്റെ കൂടെ വന്ന് നടക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും ഇറങ്ങി. അപ്പോൾ കസിൻസൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്ക് പിന്നെ അടിപൊളിയായിരിക്കുമല്ലോ. അങ്ങനെ എല്ലാവരുമായിട്ട് നടന്ന് ഞങ്ങൾ പിന്നെ തിരിച്ചങ്ങനെ പോവാണ്. അപ്പം നമുക്ക് നിച്ചുവിന്, അപ്പോൾ എൻ്റെ കൊച്ചാടെ മോനെ അവനെ നമുക്ക് തിരിച്ച് അവനെ ഫ്ലാറ്റിൻ്റെ അവിടേക്ക് വിടണം. അപ്പോൾ ഞങ്ങളങ്ങനെ പെട്രോൾ പമ്പിൽ കയറിയതാണ്. പെട്രോൾ ഇപ്പോൾ തീരാറായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് കോബാറിലേക്ക് തന്നെ പോവാണ്. ഇപ്പം ഈ ഒരു ഈദ് ആയതുകൊണ്ട് തന്നെയാണ് ഇതേ ഫ്ലാഗിൻ്റെ, സൗദി ഫ്ലാഗിൻ്റെ ഒരു കൈ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ വേറെ എന്തോയും കൂടെ ഉണ്ട് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ അതും ഒരു കരുതൽ, കൈയൊക്കെ വെച്ചൊരു കരുതലിൻ്റെ ഒരു ഇതായിരിക്കും, സിമ്പിളായിരിക്കും അവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി എല്ലാവരെയും ഇതാക്കിയിട്ട്. അപ്പോൾ ഇഫ്രോന് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്, ചോക്ലേറ്റും ടോയും ഡ്രസ്സും അങ്ങനെയൊക്കെ ഇഫ്രോന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇഫ്രോ ഹാപ്പി. ഈ മിഠായി കണ്ടപ്പോഴത്തേക്ക് ആൾക്ക് മിഠായി കൊടുത്താൽ മതിയായി. പിന്നെ എൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഞാനപ്പോൾ അവിടെ നിന്നപ്പം എടുത്തോണ്ട് നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ട ഡ്രസ്സാണ്, എൻ്റെ മൂത്താപ്പാക്ക് കൊടുത്തുവിട്ട ഡ്രസ്സാണ്. അപ്പോൾ എല്ലാവരും നാട്ടിൽ നിന്ന്, എൻ്റെ ഉമ്മയാണെങ്കിലും ഇക്കാടും ഉച്ചയൊക്കെ ആണെങ്കിലും എല്ലാവരും ഡ്രസ്സൊക്കെ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് ഇഫ്രോന്. അങ്ങനെ ഇഫ്രോന് ഇപ്പം ആവശ്യത്തിന് ഡ്രസ്സും ഗിഫ്റ്റും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പിന്നെ വീട്ടിൽ വന്നപ്പം നമുക്ക് ഇന്നൊരു വേറൊരു ഗിഫ്റ്റ് കൂടെ കിട്ടി. ഒരു ഈദ് ഗിഫ്റ്റ്. ഇക്കാൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഈജിപ്ഷ്യൻ, അപ്പോൾ അവർ നമുക്ക് തന്നതാണ്. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ബക്ലാവ കഴിക്കണം എന്ന് വിചാരിച്ച് നടക്കായിരുന്നു. അപ്പോൾ ഇക്കാടെ ഫ്രണ്ടാണ് ഈജിപ്ഷ്യൻ ഫാമിലി, അപ്പോൾ അവർ നമുക്ക് തന്നത് ബക്ലാവാണ്, സ്വീറ്റ്സാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ഈദ് വ്ലോഗായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.